ഹായ് ഫ്രണ്ട്സ്, സ്റ്റഡി വിത്ത് മീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തെക്കുറിച്ചാണ്. ഇംഗ്ലീഷ് റവല്യൂഷൻ. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യകാല വിപ്ലവങ്ങൾക്ക് പ്രേരകമായ പ്രധാന ഘടകമാണ് നവോത്ഥാനം. നവോത്ഥാനത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. നവോത്ഥാന ഫലമായി ശാസ്ത്രരംഗത്തുണ്ടായ പുരോഗതി ജ്ഞാനോദയമെന്ന് അറിയപ്പെടുന്നു. ആധുനിക യുഗത്തിൽ യൂറോപ്യൻ വൻകരകളിൽ ഉണ്ടായ വിപ്ലവങ്ങൾ രാജാധിപത്യത്തിനെതിരെ ഉള്ളവയായിരുന്നു. അവകാശങ്ങളും അവസരങ്ങളും നിഷേധിക്കപ്പെട്ട മധ്യവർഗത്തിൻ്റെ ഉയർച്ചയായിരുന്നു ഈ വിപ്ലവങ്ങളുടെ അടിസ്ഥാന കാരണം. മധ്യവർഗം രാജാധിപത്യത്തിനെതിരായി ആദ്യ സമരം ചെയ്തത് ഇംഗ്ലണ്ടിലാണ്. അപ്പോൾ ആധുനിക യുഗത്തിൽ യൂറോപ്യൻ വൻകരകളിൽ ഉണ്ടായ വിപ്ലവങ്ങൾ എന്തിനുള്ളതായിരുന്നു? രാജാധിപത്യത്തിനെതിരെ ഉള്ളവയായിരുന്നു. അവകാശങ്ങളും അവസരങ്ങളും നിഷേധിക്കപ്പെട്ട മധ്യവർഗത്തിൻ്റെ ഉയർച്ചയായിരുന്നു ഈ വിപ്ലവങ്ങളുടെ അടിസ്ഥാന കാരണം. മധ്യവർഗം രാജാധിപത്യത്തിനെതിരായി ആദ്യ സമരം ചെയ്തത് എവിടെയാണ്? ഇംഗ്ലണ്ടിലായിരുന്നു. ഇതിനെല്ലാം കാരണം എന്താണ്? ആദ്യകാല വിപ്ലവങ്ങൾക്ക് പ്രേരണ നൽകിയ ഘടകങ്ങളായ നവോത്ഥാനവും ജ്ഞാനോദയവുമാണ് ഈ വിപ്ലവങ്ങൾക്ക് പ്രചോദനം നൽകിയിരുന്നത്. ഫ്യൂഡലിസത്തിൽ പൊറുതിമുട്ടിയ ഇംഗ്ലണ്ടിലെ ജനങ്ങളെ ആധുനികതയിലേക്ക് നയിച്ചത് ട്യൂഡർ ഭരണകാലത്താണ്. അപ്പോൾ ഫ്യൂഡലിസത്തിൽ പൊറുതിമുട്ടിയ ജനങ്ങളെ ആധുനികതയിലേക്ക് നയിച്ചത് എന്താണ്? ട്യൂഡർ ഭരണകാലത്താണ്. ഇംഗ്ലണ്ടിൽ ട്യൂഡർ ഭരണത്തിന് തുടക്കം കുറിച്ചത് ഹെൻറി ഏഴാമനാണ്. ട്യൂഡർ വംശത്തിൻ്റെ ഭരണകാലമെന്ന് പറയുന്നത് 1485 മുതൽ 1603 വരെയാണ്. ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ അധികാരങ്ങളെ നിയന്ത്രിച്ച ട്യൂഡർ രാജാക്കന്മാർ പാർലമെൻറ്റുമായി സഹകരിച്ചാണ് ഭരണം നടത്തിയിരുന്നത്. അപ്പോൾ ട്യൂഡർ ഭരണകർത്താക്കൾ അവർ സ്വേച്ഛാധിപതികളായിരുന്നെങ്കിലും ജനങ്ങളുടെ ക്ഷേമത്തിന് മുൻഗണന നൽകിയവരായിരുന്നു. നവോത്ഥാനത്തിനും മതനവീകരണ പ്രസ്ഥാനങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ഈ കാലഘട്ടമാണ് ഇംഗ്ലണ്ടിലെ ആധുനിക യുഗത്തിലേക്ക് നയിച്ചത്. അപ്പോൾ ഇംഗ്ലണ്ടിലെ ജനങ്ങളെ ആധുനികതയിലേക്ക് നയിച്ചത് ട്യൂഡർ ഭരണകാലത്താണ്. ഇംഗ്ലണ്ടിൽ ട്യൂഡർ ഭരണത്തിന് തുടക്കം കുറിച്ചത് ഹെൻറി ഏഴാമനാണ്. ട്യൂഡർ വംശത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1485 മുതൽ 1603 വരെയായിരുന്നു. ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ അധികാരങ്ങളെ നിയന്ത്രിച്ചിരുന്നത് ട്യൂഡർ രാജാക്കന്മാരായിരുന്നു. പാർലമെൻറ്റുമായി സഹകരിച്ചാണ് ഭരണം നടത്തിയിരുന്നത്. ട്യൂഡർ ഭരണകാലത്തിലെ അവസാന ഭരണാധികാരിയായിരുന്നു എലിസബത്ത് രാജ്ഞി. ട്യൂഡർ ഭരണത്തെ തുടർന്ന് വരുന്ന ഭരണാധികാരികൾ അറിയപ്പെടുന്നത് സ്റ്റുവർട്ട് വംശമെന്നാണ്. അപ്പോൾ ആദ്യം ഭരണം നടത്തിയിരുന്നത് ട്യൂഡർ പ്രഭുക്കന്മാരാണ്. അവരെ തുടർന്ന് വന്നത് സ്റ്റുവർട്ട് വംശമായിരുന്നു. സ്റ്റുവർട്ട് വംശത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1603 മുതൽ 1714 വരെയായിരുന്നു. രാജവംശത്തിലെ ആദ്യ ഭരണാധികാരിയാണ് ജെയിംസ് ഒന്നാമൻ. ജെയിംസ് ഒന്നാമൻ ഫ്യൂഡലിസ്റ്റ് ചിന്താഗതിക്കാരനായിരുന്നു. അപ്പോൾ ട്യൂഡർ വംശത്തെ പോലെ അല്ലായിരുന്നു സ്റ്റുവർട്ട് വംശം. അപ്പോൾ ട്യൂഡർ ഭരണകാലത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്നു എലിസബത്ത് രാജ്ഞി. അപ്പം ഈ ട്യൂഡർ ഭരണത്തെ തുടർന്ന് വന്നത് സ്റ്റുവർട്ട് വംശമായിരുന്നു. അവരുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1603 മുതൽ 1714 വരെയായിരുന്നു. ഇതിലെ ആദ്യത്തെ ഭരണാധികാരി സ്റ്റുവർട്ട് രാജവംശത്തിലെ ആദ്യത്തെ ഭരണാധികാരി ജെയിംസ് ഒന്നാമനാണ്. ജെയിംസ് ഒന്നാമൻ രാജാവിൻ്റെ അധികാരങ്ങൾ ദൈവദത്തമാണെന്ന് വിശ്വസിച്ചു. അപ്പം ജെയിംസ് ഒന്നാമൻ അദ്ദേഹത്തിൻ്റെ രാജാധികാരം ദൈവദത്തമാണ് എന്നാണ് വിശ്വസിച്ചിരുന്നത്. കൂടാതെ ഇവർ ഇംഗ്ലീഷ് പാർലമെൻറ്റിനെ വകവയ്ക്കാതെ പാർലമെൻറ്റിന്മേൽ ആധിപത്യം സ്ഥാപിച്ചിരുന്നു. അപ്പോൾ ഇവർ ജനാധിപത്യത്തിന് പാർലമെൻറ്റിന് യാതൊരു വിലയും കൽപ്പിച്ചിരുന്നില്ല. എന്നാൽ ഇതേ സമയം വ്യാപാര രംഗത്തെ ഇംഗ്ലണ്ട് കൈവരിച്ച നേട്ടങ്ങളുടെ ഫലമായി ഇവിടെ ഒരു മധ്യവർഗം ഉയർന്നു വന്നു. ലണ്ടൻ ആസ്ഥാനമാക്കി പ്രവർത്തിച്ചിരുന്ന ഇത്തരം വ്യാപാര കമ്പനികൾ വിദേശങ്ങളുമായി വ്യാപാര ബന്ധം സ്ഥാപിച്ചിരുന്നു. അപ്പം ഇവർ ജനങ്ങളെ അടിച്ചമർത്താൻ ശ്രമിച്ചിരുന്നു എങ്കിൽ പോലും ഇംഗ്ലണ്ടിൽ വ്യാപാര രംഗത്തുണ്ടായ നേട്ടങ്ങളുടെ ഫലമായി ഇവിടെ ഒരു മധ്യവർഗം ഉയർന്നു വന്നു. അവർ കച്ചവടത്തിലൂടെയും പണം സമ്പാദിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു മധ്യവർഗം ഇംഗ്ലണ്ടിൽ ഉയർന്നു വന്നു. ഇവർ ലണ്ടൻ ആസ്ഥാനമാക്കി പ്രവർത്തിച്ചിരുന്ന ഇത്തരം വ്യാപാര കമ്പനികൾ വിദേശ രാജ്യങ്ങളുമായും അവർക്ക് വ്യാപാര ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുവഴി അവർക്ക് ഒരുപാട് സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടായി.
ഉൽപ്പാദനത്തെയും വിതരണത്തെയും ഗതാഗതത്തെയും നിയന്ത്രിക്കുന്ന ഈ വ്യാപാരികൾക്ക് അനുകൂലമായാണ് പാർലമെന്റ് നിയമങ്ങൾ പാസാക്കിയത്. അപ്പം പാർലമെന്റ് ആരെയാണ് പിന്താങ്ങിയത് അല്ലെങ്കിൽ അനുകൂലിച്ചത്? മധ്യവർഗത്തെയായിരുന്നു പാർലമെന്റ് അനുകൂലിച്ചിരുന്നത്. സമ്പന്നരായ ഭൂവുടമകളും വ്യാപാരികളും വിദ്യാസമ്പന്നരായ അഭിഭാഷകരും ഡോക്ടർമാരും ഉയർന്ന ഉദ്യോഗസ്ഥരും അടങ്ങുന്ന മധ്യവർഗത്തിന്റെ താൽപര്യങ്ങളാണ് പാർലമെന്റ് സംരക്ഷിച്ചിരുന്നത്. പാർലമെന്റ് പാസാക്കിയ പുതിയ നിയമങ്ങൾ രാജാവും പാർലമെന്റും തമ്മിൽ ദീർഘകാലം നിലനിന്ന ഭരണഘടനാപരമായ തർക്കങ്ങൾക്ക് കാരണമായി. അപ്പോൾ രാജാവും പാർലമെന്റും അവരുടെ ആശയങ്ങൾ വെച്ച് നിരന്തരം തർക്കങ്ങൾക്ക് കാരണമായിരുന്നു. പാർലമെന്റ് അവരുടെ സുഖത്തിന് വേണ്ടിയിട്ടും ആണ് പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ പാർലമെന്റ് ജനങ്ങൾക്ക് ജനാധിപത്യത്തിനും വേണ്ടിയാണ് പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ ഇത് ഇംഗ്ലണ്ടിൽ വലിയൊരു തർക്കത്തിന് തന്നെ കാരണമായി. ഇംഗ്ലണ്ടിലെ രാജാവും പാർലമെന്റും തമ്മിൽ തർക്കം പരിഹരിക്കാൻ എത്തിയ രണ്ട് ക്രിസ്തീയ സഭകളായിരുന്നു ആംഗ്ലിക്കൻ സഭയും പ്യൂരിറ്റൻ സഭയും. അപ്പോൾ ഇംഗ്ലണ്ടിൽ ഉയർന്നുവന്ന രണ്ട് പ്രധാനപ്പെട്ട സഭകളായിരുന്നു ആംഗ്ലിക്കൻ സഭ, പ്യൂരിറ്റൻ സഭ. മതനവീകരണത്തിന്റെ ഭാഗമായി കത്തോലിക്ക സഭയെ ചോദ്യം ചെയ്തുകൊണ്ട് ഇംഗ്ലണ്ടിൽ സ്വതന്ത്രമായ ഒരു സഭ രൂപീകരിക്കാൻ നടപടി സ്വീകരിച്ച ആളാണ് ഹെൻറി എട്ടാമൻ. അപ്പോൾ ഈ കത്തോലിക്ക സഭക്കാരുടെ മതനവീകരണത്തിന്റെ ഭാഗമായി കത്തോലിക്ക സഭയെ ചോദ്യം ചെയ്തുകൊണ്ട് ഇംഗ്ലണ്ടിൽ സ്വതന്ത്രമായ ഒരു സഭയ്ക്ക് രൂപം നൽകാൻ നടപടി സ്വീകരിച്ച ആളാണ് ഹെൻറി എട്ടാമൻ. കത്തോലിക്ക സഭയുടെ സിദ്ധാന്തങ്ങളെ എതിർത്തുകൊണ്ട് എഡ്വേർഡ് ആറാമൻ്റെ കാലത്ത് രൂപം കൊണ്ട സഭയാണ് പ്രൊട്ടസ്റ്റന്റ് സഭ. അപ്പോൾ കത്തോലിക്ക സഭയുടെ സിദ്ധാന്തങ്ങളെ എതിർത്തുകൊണ്ട് എഡ്വേർഡ് ആറാമൻ ആരാണ്? ഹെൻറി എട്ടാമൻ്റെ പുത്രനായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ രൂപീകൃതമായ സഭയാണ് പ്രൊട്ടസ്റ്റന്റ് സഭ. അപ്പോൾ പ്രൊട്ടസ്റ്റന്റ് സഭ എന്താണ്? കത്തോലിക്ക സഭയുടെ സിദ്ധാന്തങ്ങളെ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തികളെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു സഭയായിരുന്നു പ്രൊട്ടസ്റ്റന്റ് സഭ. പ്രൊട്ടസ്റ്റന്റ് സഭ രൂപീകൃതമായതിനു ശേഷം ഇവർ ഒരു ആരാധനാ പുസ്തകം തയ്യാറാക്കുകയും അത് ആരാധനയ്ക്കായി എല്ലാ ആരാധനാലയത്തിലും നിർബന്ധമാക്കുകയും ചെയ്തു. എലിസബത്ത് രാജ്ഞി വാഴ്ച ഏറ്റപ്പോൾ ഈ പ്രാർത്ഥനാ പുസ്തകത്തെ അടിസ്ഥാനമാക്കി എല്ലാവർക്കും സ്വീകാര്യമാകുന്ന രീതിയിൽ സ്ഥാപിച്ച സഭയായിരുന്നു ആംഗ്ലിക്കൻ സഭ. ഇത് ഇംഗ്ലണ്ടിലെ ഔദ്യോഗിക മതമായി മാറുകയും ചെയ്തിരുന്നു. അപ്പോൾ പ്രൊട്ടസ്റ്റന്റ് സഭ കത്തോലിക്കരെ ചോദ്യം ചെയ്തതിനു വേണ്ടി ഹെൻറി എട്ടാമൻ്റെ പുത്രനായ ഹെൻറി ആറാമൻ രൂപീകരിച്ചതാണ് ഈ പ്രൊട്ടസ്റ്റന്റ് സഭ. രൂപീകൃതമായതിനു ശേഷം അവരൊരു ആരാധനാ പുസ്തകം തയ്യാറാക്കുകയും അത് ആരാധനയ്ക്കായി എല്ലാ ആരാധനാലയത്തിലും നിർബന്ധമാക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ എലിസബത്ത് രാജ്ഞി വാഴ്ച ഏറ്റപ്പോൾ ഈ പ്രാർത്ഥനാ പുസ്തകത്തെ അടിസ്ഥാനമാക്കി എല്ലാവർക്കും സ്വീകാര്യമാകുന്ന രീതിയിൽ ഒരു സഭ രൂപീകരിച്ചു. ഇതാണ് ആംഗ്ലിക്കൻ സഭ. ഈ ആംഗ്ലിക്കൻ സഭ ഇംഗ്ലണ്ടിലെ ഔദ്യോഗിക മതമായി മാറുകയും ചെയ്തിരുന്നു. ആംഗ്ലിക്കൻ സഭയിൽ അംഗമല്ലാത്തവർക്ക് ഇംഗ്ലണ്ടിൽ കിരീടാവകാശം നൽകിയിരുന്നില്ല. സ്റ്റുവർട്ട് വംശമായ ജെയിംസ് ഒന്നാമൻ കത്തോലിക്ക സഭ വിശ്വാസിയായിരുന്നു. ആംഗ്ലിക്കൻ സഭ പിന്താങ്ങിയത് കത്തോലിക്ക സഭയെയും പ്യൂരിറ്റൻ സഭ പിന്താങ്ങിയത് പാർലമെന്റിനെയുമാണ്. പ്യൂരിറ്റൻ സഭ നിഷ്കർഷിച്ചിരുന്നത് പുരോഹിതന്മാരെയും മത അധ്യക്ഷനെയും വിശ്വാസികൾ തിരഞ്ഞെടുക്കണമെന്നാണ്. അപ്പോൾ ആംഗ്ലിക്കൻ സഭയിൽ അംഗമല്ലാത്തവർക്ക് ഇംഗ്ലണ്ടിൽ കിരീടാവകാശം ലഭിക്കുകയില്ലായിരുന്നു. സ്റ്റുവർട്ട് രാജാവ് കത്തോലിക്ക വിശ്വാസിയായിരുന്നു. അപ്പോൾ ജെയിംസ് ഒന്നാമൻ എന്ത് വിശ്വാസിയായിരുന്നു? കത്തോലിക്ക സഭ വിശ്വാസിയായിരുന്നു ഇദ്ദേഹം. ആംഗ്ലിക്കൻ സഭ പിന്താങ്ങിയത് കത്തോലിക്ക സഭയെയും പ്യൂരിറ്റൻ സഭ പിന്താങ്ങിയത് എന്തിനെയാണ്? പാർലമെന്റിനെയുമായിരുന്നു. പ്യൂരിറ്റന്മാർ പറഞ്ഞത് പുരോഹിതന്മാരെയും മത അധ്യക്ഷനെയും തിരഞ്ഞെടുക്കേണ്ടത് ആരെന്നാണ്? വിശ്വാസികളായിരിക്കണമെന്നാണ് പ്യൂരിറ്റൻ സഭ നിഷ്കർഷിച്ചത്. എലിസബത്ത് രാജ്ഞിക്കു ശേഷം ശക്തിയാർജിച്ച പ്യൂരിറ്റന്മാർ 1640-നും 1650-നും ഇടയിലുള്ള കാലം ബ്രിട്ടീഷ് പാർലമെന്റിന്മേൽ ശക്തിയായി സ്വാധീനം ചെലുത്തി. ജെയിംസ് ഒന്നാമൻ്റെ ഭരണകാലം എന്ന് പറയുന്നത് 1603 മുതൽ 1625 വരെയായിരുന്നു. ബുദ്ധിമാനായ വ്യക്തി എന്നറിയപ്പെടുന്നത് ജെയിംസ് ഒന്നാമനായിരുന്നു. രാജാധികാരം ദൈവദത്തമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ജെയിംസ് ഒന്നാമൻ്റെ കത്തോലിക്ക രാജ്യങ്ങളുമായുള്ള അടുപ്പം പാർലമെന്റിന്മേൽ ദേഷ്യം സമ്പാദിച്ചിരുന്നു. അപ്പം എലിസബത്ത് രാജ്ഞിക്ക് ശേഷമാണ് പ്യൂരിറ്റന്മാർ ശക്തിയാർജിച്ചു. ഇവർ 1640-നും 1650-നും ഇടയിലുള്ള കാലഘട്ടം ബ്രിട്ടീഷ് പാർലമെന്റിൻ്റെ മേൽ ഇവർ ശക്തിയായി സ്വാധീനം ചെലുത്തിയിരുന്നു. അപ്പോൾ ജെയിംസ് ഒന്നാമൻ്റെ ഭരണകാലമെന്ന് പറയുന്നത് 1603 മുതൽ 1625 വരെയായിരുന്നു. ബുദ്ധിമാനായ വിഡ്ഢി എന്നറിയപ്പെടുന്നത് ആരാണ്? ജെയിംസ് ഒന്നാമനാണ്. ഇദ്ദേഹം രാജാധികാരം ദൈവദത്തമാണെന്ന് വിശ്വസിച്ചു. ജെയിംസ് ഒന്നാമൻ്റെ കത്തോലിക്ക രാജ്യങ്ങളുമായുള്ള അടുപ്പം പാർലമെന്റിൻ്റെ ദേഷ്യം സമ്പാദിച്ചു. കാരണം ജെയിംസ് ഒന്നാമൻ വളരെയധികം സ്വേച്ഛാധിപത്യം നിറഞ്ഞ ഒരു
ഭരണമാണ് ഇംഗ്ലണ്ടിൽ കാഴ്ചവെച്ചിരുന്നത്. അവർ പാർലമെൻറ്റിനും ജനാധിപത്യത്തിനും യാതൊരു വിലയും കൽപ്പിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ പാർലമെൻറ്റിനും ജനങ്ങൾക്കും ഇദ്ദേഹത്തിനോട് വളരെയധികം വിദ്വേഷം ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ മതപരമായ ആശയത്തെ ജനങ്ങൾ എതിർത്തിരുന്നു. ഇംഗ്ലണ്ടിൽ ജെയിംസിനെ തുടർന്ന് ഭരണം നടത്തിയ രാജാവാണ് ചാൾസ് ഒന്നാമൻ. ജെയിംസ് ഒന്നാമൻ്റെ മകനായിരുന്നു ചാൾസ് ഒന്നാമൻ. ചാൾസ് ഒന്നാമൻ്റെ ഭരണകാലം 1625 മുതൽ 1649 വരെയായിരുന്നു. യാഥാസ്ഥിതികനും സ്വേച്ഛാധിപതിയുമായിരുന്നു ചാൾസ് ഒന്നാമനും. പാർലമെൻറ്റുമായുള്ള തർക്കം ശക്തമായത് ചാൾസ് ഒന്നാമൻ്റെ ഭരണകാലത്താണ്. അപ്പോൾ ഇംഗ്ലണ്ടിൽ ജെയിംസ് ഒന്നാമനെ തുടർന്ന് ഭരണം നടത്തിയ രാജാവാണ് ചാൾസ് ഒന്നാമൻ. ചാൾസ് ഒന്നാമൻ ജെയിംസ് ഒന്നാമൻ്റെ മകനായിരുന്നു. ചാൾസ് ഒന്നാമൻ്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് 1625 മുതൽ 1649 വരെയായിരുന്നു. ജെയിംസ് ഒന്നാമനെ പോലെ തന്നെ ചാൾസ് ഒന്നാമന് യാഥാസ്ഥിതികനും സ്വേച്ഛാധിപതിയുമായിരുന്നു. അപ്പോൾ ജെയിംസ് ഒന്നാമൻ്റെ ഭരണകാലത്ത് പാർലമെൻറ്റുമായി തർക്കങ്ങൾ നിലനിന്നിരുന്നുവെങ്കിൽ പോലും ആ തർക്കം ശക്തമായത് ചാൾസ് ഒന്നാമൻ്റെ ഭരണകാലത്തിലായിരുന്നു. പാർലമെൻറ്റിന് യാതൊരു വിലയും ഇദ്ദേഹം കൽപ്പിച്ചിരുന്നില്ല. അതിനാൽ പാർലമെൻറ്റ് അംഗങ്ങൾ ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ സ്വേച്ഛാധികാരങ്ങളെ നിയന്ത്രിക്കുന്നതിനു വേണ്ടി വൻതുക ശേഖരിച്ച് അവർ ചാൾസ് ഒന്നാമന് നൽകി. പകരം അവർ പെറ്റീഷൻ ഓഫ് റൈറ്റ് എന്ന പ്രമാണത്തിൽ 1628 ചാൾസ് ഒന്നാമനെക്കൊണ്ട് ഒപ്പുവെപ്പിച്ചു. ഇതിന് കാരണം രാജാവിൻ്റെ സ്വേച്ഛാധിപത്യത്തിന് തടയിടാൻ വേണ്ടിയായിരുന്നു. അപ്പം ചാൾസ് ഒന്നാമൻ്റെ സ്വേച്ഛാധി ഭരണത്തിൽ പൊറുതിമുട്ടിയ പാർലമെൻറ്റ് അംഗങ്ങൾ എന്താണ് രാജാവിൻ്റെ സ്വേച്ഛാധികാരങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് വൻതുക ശേഖരിച്ച് അവൾ ചാൾസ് ഒന്നാമന് കൊടുത്തു. പകരം ചാൾസ് ഒന്നാമനെ കൊണ്ട് പെറ്റീഷൻ ഓഫ് റൈറ്റിൽ ഒപ്പുവെപ്പിച്ചു. അതെന്നാണ് 1628 രാജാവിൻ്റെ സ്വേച്ഛാധികാരത്തിന് തടയിടാൻ വേണ്ടിയിട്ടാണ് പാർലമെൻറ്റ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ പെറ്റീഷൻ ഓഫ് റൈറ്റിൽ ഒപ്പുവെച്ച രാജാവാരാണ്? ചാൾസ് ഒന്നാമനാണ്. ചാൾസ് ഒന്നാമൻ പെറ്റീഷൻ ഓഫ് റൈറ്റിൽ ഒപ്പുവെച്ചത് 1628 നമുക്ക് ചിലപ്പോൾ എക്സാമിന് ചോദിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? രാജാവിൻ്റെ സ്വേച്ഛാധികാരത്തിന് തടയിടാൻ വേണ്ടിയിട്ടാണ്. ഇതിലെ നിബന്ധന രാജാവിൻ്റെ അധികാരത്തെ നിയന്ത്രിച്ചിരുന്നു. അപ്പോൾ പെറ്റീഷൻ ഓഫ് റൈറ്റിൽ ചാൾസ് ഒന്നാമൻ ഒപ്പിട്ടെന്ന് പറഞ്ഞിരുന്നു. ആ പെറ്റീഷനിൽ ചില കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്തെല്ലാം നിബന്ധനകളാണ് ഇല്ലെങ്കിൽ എന്തെല്ലാം നിയന്ത്രണങ്ങളാണ് രാജാവിൻ്റെ മേൽ പാർലമെൻറ്റ് നടപ്പാക്കാൻ ശ്രമിച്ചത് എന്ന്. അനുമതിയില്ലാതെ നികുതി പിരിക്കാൻ പാടില്ല. വിചാരണ കൂടാതെ തടവിലിടാൻ പാടില്ല. പ്രഭു കുടുംബത്തിൽ സൈന്യത്തെ നിയമിക്കാൻ പാടില്ല. സമാധാന കാലത്ത് പട്ടാള നിയമങ്ങൾ പ്രഖ്യാപിക്കാൻ പാടില്ല. അപ്പം ഇതെല്ലാമായിരുന്നു പെറ്റീഷൻ ഓഫ് റൈറ്റിലെ നിബന്ധനകൾ. എന്നാൽ ഈ പ്രമാണത്തിന് രാജാവ് ഒരു വിലയും കൊടുത്തിരുന്നില്ല. പണം വാങ്ങിയിട്ടാണ് പെറ്റീഷൻ ഓഫ് റൈറ്റിൽ ഒപ്പുവെച്ചത്. എന്നാൽ പോലും ചാൾസ് ഒന്നാമൻ ഈ പ്രമാണത്തിന് യാതൊരു വിലയും നൽകിയില്ല. ഇത് ചോദ്യം ചെയ്ത പാർലമെൻറ്റിനെ അദ്ദേഹം 1929 പിരിച്ചുവിടുകയും ചെയ്തു. അപ്പോൾ 1928 പെറ്റീഷൻ ഓഫ് റൈറ്റിൽ ഒപ്പുവെക്കുകയും തുടർന്ന് ഈ പ്രമാണത്തിന് രാജാവ് ഒരു വിലയും കൽപ്പിച്ചിരുന്നില്ല. ഇത് ചോദ്യം ചെയ്തതിൽ കുപിതനായ രാജാവ് പാർലമെൻറ്റിനെ 1929 പിരിച്ചുവിടുകയും ചെയ്തു. 1629 മുതൽ 1640 വരെ 11 വർഷം പാർലമെൻറ്റ് വിളിച്ചുകൂട്ടാതെ സ്വന്തമായി ഭരണം നടത്തി. എന്നാൽ സ്കോട്ട്ലൻഡുമായുള്ള യുദ്ധം മൂലം ഇദ്ദേഹത്തിന് പണത്തിന് ആവശ്യം നേരിട്ടു. സ്കോട്ട്ലൻഡുമായി യുദ്ധത്തിന് കാരണം സ്കോട്ട്ലൻഡിലെ പ്രെസ്ബിറ്റീരിയന്മാരുടെ മേൽ ആംഗ്ലിക്കൻ മതം അടിച്ചേൽപ്പിക്കാൻ ഇദ്ദേഹം ശ്രമിച്ചു. അവസാനം ഇത് യുദ്ധത്തിലേക്ക് വഴിതെളിച്ചു. ഈ യുദ്ധം മൂലം ഇദ്ദേഹത്തിന് പണത്തിൻ്റെ ആവശ്യകത നേരിട്ടു. അപ്പോൾ ചാൾസ് ഒന്നാമൻ പുതിയ നികുതി നിർദ്ദേശങ്ങൾ അംഗീകരിക്കാനായി 1640 പാർലമെൻറ്റ് വിളിച്ചു ചേർത്തു. അപ്പോൾ ഇദ്ദേഹം 1629 പാർലമെൻറ്റ് പിരിച്ചുവിട്ടതിന് ശേഷം 11 വർഷക്കാലം പാർലമെൻറ്റ് വിളിച്ചു കൂട്ടാതെ സ്വേച്ഛാധിപത്യ ഭരണം നടത്തുകയാണ് ചെയ്തത്. 1629 മുതൽ 1640 വരെ 11 വർഷം നീണ്ടുന്നതായിരുന്നു ഈ ഭരണം. എന്നാൽ ഇദ്ദേഹം സ്കോട്ട്ലൻഡിലെ പ്രെസ്ബിറ്റീരിയന്മാരുടെ മേൽ ആംഗ്ലിക്കൻ മതം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. ഇത് യുദ്ധത്തിലേക്കാണ് വഴിതെളിച്ചത്. ഈ യുദ്ധം മൂലം രാജാവിന് വൻ തുകയുടെ ആവശ്യം നേരിട്ടു. അപ്പോൾ ഈ വൻ തുക ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങളിൽ പുതിയ നികുതി അടിച്ചേൽപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് അവർ 1640 പാർലമെൻറ്റ് വിളിച്ചു ചേർക്കുകയാണ് ചെയ്തത്.
എന്നാൽ ഈ പാർലമെന്റിൽ നിന്നും ചാൾസ് ഒന്നാമന് അനുകൂലമായി യാതൊരു തീരുമാനവും ഉണ്ടായില്ല. അതിനാൽ ഇദ്ദേഹം വീണ്ടും പാർലമെന്റ് പിരിച്ചുവിട്ടു. അപ്പോൾ പുതിയ നികുതി നിർദ്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് പാർലമെന്റ് വിളിച്ചു ചേർത്തത്. എന്നാൽ രാജാവിൻ്റെ യാതൊരു തീരുമാനങ്ങളും പാർലമെന്റ് അംഗീകരിച്ചില്ല. അപ്പോൾ ഇതിൽ കുപിതനായ രാജാവ് വീണ്ടും പാർലമെന്റ് പിരിച്ചുവിട്ടു. ഈ പാർലമെന്റ് ഷോർട്ട് പാർലമെന്റ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ 1640 വിളിച്ചു ചേർത്ത ഈ പാർലമെന്റ് 1640 തന്നെ പിരിച്ചുവിട്ടു. ഈ പാർലമെന്റ് ഷോർട്ട് പാർലമെന്റ് എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ സാമ്പത്തിക പ്രശ്നം രൂക്ഷമായതിനെ തുടർന്ന് 1640 തന്നെ ഇദ്ദേഹം വീണ്ടും പാർലമെന്റ് വിളിച്ചു ചേർത്തു. എന്നാൽ 1640 വിളിച്ച പാർലമെന്റ് 1660 വരെ തുടർന്നു. ഇംഗ്ലണ്ടിൽ 1640 മുതൽ 20 വർഷം നീണ്ടുനിന്ന പാർലമെന്റ് ലോങ് പാർലമെന്റ് എന്നാണ് അറിയപ്പെടുന്നത്. ത്രിവത്സര നിയമം 1641 ബന്ധപ്പെട്ട പാർലമെന്റാണ് ലോങ് പാർലമെന്റ്. അപ്പോൾ ഇത് എക്സാമിന് ചോദിക്കാം. ത്രിവത്സര നിയമം 1641, ട്രീനിയൽ ആക്ട് 1641 ബന്ധപ്പെട്ട പാർലമെന്റ് ഏതാണെന്ന്. അത് ലോങ് പാർലമെന്റാണ്. അപ്പോൾ 1640 മുതൽ പാർലമെന്റ് ഒരു ജനാധിപത്യപരമായ ഭരണം നടത്താൻ തുടങ്ങി. അധികാരം അവരുടെ കയ്യിലായിരുന്നു. അവർ ഒരുപാട് മാറ്റങ്ങൾ വന്നിരുന്നു. അവർ കൊണ്ടുവന്ന ഏതാനും മാറ്റങ്ങളാണ് ഇനി അടുത്ത് പറയുന്നത്. സ്വേച്ഛാധിപത്യത്തിന് കൂട്ടുനിന്ന മന്ത്രിമാരെയും ഉദ്യോഗസ്ഥരെയും പാർലമെന്റ് ശിക്ഷിച്ചു. 3 വർഷത്തിലൊരിക്കൽ പാർലമെന്റ് സമ്മേളിക്കണമെന്ന് അവർ തീരുമാനിച്ചു. അംഗങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം വേണമെന്നും തീരുമാനിച്ചു. അപ്പം പാർലമെന്റിൻ്റെ കയ്യിൽ അധികാരം വന്നപ്പോൾ അവർ നടത്തിയ ഏതാനും മാറ്റങ്ങളാണ് അല്ലെങ്കിൽ ഏതെങ്കിലും തീരുമാനങ്ങളാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ പാർലമെന്റ് ജനങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങിയപ്പോൾ അതിൽ കുപിതനായ രാജാവ് പാർലമെന്റ് അംഗങ്ങളെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ 1640 മുതൽ പാർലമെന്റാണ് ഭരിക്കാൻ തുടങ്ങിയത് ഇംഗ്ലണ്ട്. അപ്പം പാർലമെന്റ് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഈ മാറ്റങ്ങളിൽ കുപിതനായ രാജാവ് പാർലമെന്റ് അംഗങ്ങളെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഇത് പാർലമെന്റും രാജാവും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാവുകയും അത് ഇംഗ്ലണ്ടിലെ ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് നയിക്കുകയും ചെയ്തിരുന്നു. യുദ്ധത്തിൽ രാജാവിൻ്റെ പക്ഷം നിന്നവരാണ് ആംഗ്ലിക്കൻ സഭ, ഗ്രാമീണ നിവാസികൾ, കത്തോലിക്കർ. അപ്പോൾ ഇത്രയും പേർ രാജാവിൻ്റെ ഭാഗത്ത് നിന്നാണ് യുദ്ധം ചെയ്തിരുന്നത്. ഇവരെല്ലാം ചേർത്ത് കവലിയേഴ്സ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ പാർലമെന്റിനെ സഹായിച്ചത് പ്യൂരിറ്റന്മാർ, പ്രെസ്ബിറ്റീരിയന്മാർ, നഗരവാസികൾ എന്നിവരാണ്. ഇവരെ റൗണ്ട് ഹെഡ്സ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ പാർലമെന്റും രാജാവും തമ്മിലുള്ള ഈ തർക്കങ്ങൾ അത് ആഭ്യന്തര യുദ്ധത്തിലേക്ക് നയിച്ചു. അപ്പം ഈ യുദ്ധത്തിൽ രാജാവിനെ സഹായിച്ചവർ കവലിയേഴ്സ് എന്നും പാർലമെന്റിനെ സഹായിച്ചവർ റൗണ്ട് ഹെഡ് എന്നുമാണ് അറിയപ്പെട്ടിരുന്നത്. 6-7 വർഷം നീണ്ടുനിന്ന ഈ യുദ്ധം രക്തരൂക്ഷിത വിപ്ലവം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ വിപ്ലവം 6-7 വർഷം നീണ്ടു നിന്നിരുന്നു. ഇത് രക്തരൂക്ഷിത വിപ്ലവം എന്നറിയപ്പെട്ടു. പാർലമെന്റിൻ്റെ സൈന്യത്തിന് നേതൃത്വം കൊടുത്തത് ഒലിവർ ക്രോംവെൽ ആയിരുന്നു. ഈ സമരത്തിൽ രാജാവിൻ്റെ സൈന്യത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് പാർലമെന്റ് വിഭാഗം വിജയം നേടി. അപ്പം ഈ വിജയത്തിൽ ആരാണ് വിജയം നേടിയത്? ഈ യുദ്ധത്തിൽ പാർലമെന്റ് വിജയിക്കുകയും അവർ അധികാരം നേടുകയും ചെയ്തിരുന്നു. പാർലമെന്റ് സൈന്യത്തിനെ നയിച്ചത് ഒലിവർ ക്രോംവെൽ ആയിരുന്നു. അപ്പം 1649 ജനുവരി 31 ചാൾസ് ഒന്നാമനെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി വധിച്ചു പാർലമെന്റ്. അപ്പം യുദ്ധത്തിൽ ജയിച്ച പാർലമെന്റ് 1649 ജനുവരി 31 ചാൾസ് ഒന്നാമന് രാജ്യദ്രോഹ കുറ്റം ചുമത്തി എന്ത് ചെയ്തു? വധിച്ചു. അദ്ദേഹത്തിൻ്റെ തല വെട്ടുകയാണ് ചെയ്തത്. ചാൾസ് ഒന്നാമൻ്റെ മരണത്തെ തുടർന്ന് താൽക്കാലികമായി രാജവാഴ്ച അവസാനിപ്പിച്ചു. ചാൾസ് ഒന്നാമൻ്റെ മരണത്തെ തുടർന്ന് അധികാരത്തിൽ വന്ന ജനാധിപത്യവാദിയായിരുന്നു ഒലിവർ ക്രോംവെൽ. ലോർഡ് പ്രൊട്ടക്ടർ എന്നറിയപ്പെടുന്നത് ഒലിവർ ക്രോംവെല്ലാണ്. ഇദ്ദേഹം ചാൾസ് ഒന്നാമനേക്കാൾ വലിയ സ്വേച്ഛാധിപത്യ ഭരണമാണ് ഇംഗ്ലണ്ടിൽ കാഴ്ചവെച്ചത്. ക്രോംവെല്ലിനെ എതിർത്ത പാർലമെന്റ് അംഗങ്ങളെ ഇദ്ദേഹം പാർലമെന്റിൽ നിന്നും പുറത്താക്കി. അപ്പോൾ ചാൾസ് ഒന്നാമൻ്റെ മരണത്തെ തുടർന്ന് താൽക്കാലികമായി രാജവാഴ്ച അവസാനിച്ചത്. താൽക്കാലികമായിട്ടാണ് രാജവാഴ്ച അവസാനിപ്പിച്ചത്. ചാൾസ് ഒന്നാമൻ്റെ മരണത്തെ തുടർന്ന് അധികാരത്തിൽ വന്ന ജനാധിപത്യവാദിയായിരുന്നു ഈ പാർലമെന്റ് സൈന്യത്തിന് നേതൃത്വം കൊടുത്ത ആൾ തന്നെയാണ് ഒലിവർ ക്രോംവെൽ ആയിരുന്നു. ലോർഡ് പ്രൊട്ടക്ടർ
അല്ലെങ്കിൽ സംരക്ഷകനായ പ്രഭു എന്ന് അറിയപ്പെട്ടത് ആരാണ്? ക്രോംവെല്ലാണ്. എന്നാൽ ജനാധിപത്യത്തെ അനുകൂലിക്കും അല്ലെങ്കിൽ ജനങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്ന് വിചാരിച്ചിട്ടാണ് ഇദ്ദേഹത്തെ ഒലിവർ ക്രോംവെല്ലിനെ എന്താക്കിയത്? അധികാരിയാക്കിയത്. എന്നാൽ ഇദ്ദേഹം എന്താണ് ചെയ്തത്? ഇദ്ദേഹം ചാൾസ് ഒന്നാമനേക്കാൾ വലിയൊരു സ്വേച്ഛാധിപത്യ ഭരണമാണ് ഇംഗ്ലണ്ടിൽ കാഴ്ചവെച്ചത്. അപ്പം കൂടാതെ ക്രോംവെല്ലിനെ എതിർത്ത പാർലമെൻറ്റ് അംഗങ്ങളെ അദ്ദേഹം പാർലമെൻറ്റിൽ നിന്നും പുറത്താക്കുകയും ചെയ്തിരുന്നു. ക്രോംവെല്ലിൻ്റെ അനുയായികൾ മാത്രമാണ് പാർലമെൻറ്റിൽ ഉണ്ടായിരുന്നത്. അതിനാൽ ഇത് റംപ് പാർലമെൻറ്റ് അഥവാ അവശിഷ്ട പാർലമെൻറ്റ് എന്നാണ് അറിയപ്പെട്ടത്. അപ്പോൾ ക്രോംവെല്ലിനെ എതിർത്തവരെ എല്ലാവരെയും പാർലമെൻറ്റിൽ നിന്ന് പുറത്താക്കി. ക്രോംവെല്ലിനെ അനുകൂലിച്ച, അതായത് അദ്ദേഹത്തിൻ്റെ അനുയായികൾ മാത്രമാണ് അവസാനം പാർലമെൻറ്റിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ പാർലമെൻറ്റിലെ റംപ് പാർലമെൻറ്റ് അഥവാ അവിശിഷ്ട പാർലമെൻറ്റ് എന്നാണ് അറിയപ്പെട്ടത്. 1649 മുതൽ 1658 വരെയുള്ള കാലഘട്ടം ബ്രിട്ടീഷ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് കോമൺവെൽത്ത് കാലഘട്ടം എന്നാണ്. ഈ 1669 മുതൽ 1658 എന്നുള്ളത് SRTയിൽ പറയുന്നതാണ്. ചില ബുക്കുകളിൽ 1660 എന്നും പറയുന്നുണ്ട്. അപ്പം ഈ ബ്രിട്ടനിൽ ആഭ്യന്തര യുദ്ധം അവസാനിച്ചു എങ്കിലും പാർലമെൻറ്റിന്മേൽ ആധിപത്യം സ്ഥാപിച്ചു കൊണ്ടായിരുന്നു ക്രോംവെൽ ഭരണം നടത്തിയിരുന്നത്. അപ്പം ഈ കാലഘട്ടത്തിൽ ശാസ്ത്രീയ നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും പ്രോത്സാഹിക്കപ്പെട്ടിരുന്നു. അപ്പോൾ 1649 മുതൽ 1658 വരെയുള്ള കാലഘട്ടം ബ്രിട്ടീഷ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് കോമൺവെൽത്ത് കാലഘട്ടം എന്നാണ്. ഒലിവർ ക്രോംവെല്ലിൻ്റെ കോമൺവെൽത്ത് ഇന്നത്തെ കോമൺവെൽത്തും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഇന്നത്തെ കോമൺവെൽത്ത് അല്ല, ഒലിവർ ക്രോംവെല്ലിൻ്റെ കോമൺവെൽത്ത് എന്ന് അറിയപ്പെടുന്നത്. ബ്രിട്ടനും ബ്രിട്ടൻ്റെ കോളനികളായിരുന്ന രാജ്യങ്ങളും ചേർന്ന ലണ്ടൻ ആസ്ഥാനമാക്കിയുള്ള പ്രസ്ഥാനങ്ങളാണ് ആധുനിക കോമൺവെൽത്ത്. ആഗോള വ്യാപാരത്തെ നിയന്ത്രിച്ചിരുന്നത് ബ്രിട്ടീഷ് വ്യാപാരികളായിരുന്നു. എന്നാൽ ഈ സൈനിക സ്വേച്ഛാധിപത്യം അംഗീകരിക്കാത്ത ജനങ്ങൾ കിരീടം ധരിച്ച് രാജവാഴ്ച പുനഃസ്ഥാപിക്കാൻ ക്രോംവെല്ലിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ അദ്ദേഹം ഇത് നിരാകരിക്കുകയാണ് ചെയ്തത്. അപ്പം ക്രോംവെല്ല് ജനങ്ങളെ സഹായിക്കുമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും അദ്ദേഹവും സ്വേച്ഛാധിപത്യ ഭരണമാണ് നടത്തിയത്. അപ്പം ഇതിൽ പൊറുതിമുട്ടിയ ജനങ്ങൾ എന്ത് ചെയ്തു? ക്രോംവെല്ലിനോട് കിരീടം ധരിച്ച് രാജവാഴ്ച പുനഃസ്ഥാപിക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ അദ്ദേഹം അത് നിരാകരിക്കുകയാണ് ചെയ്തത്. ഇംഗ്ലണ്ടിലെ അഭിപ്രായ വ്യക്തി സ്വാതന്ത്ര്യത്തെ ഇദ്ദേഹം എതിർത്തിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭരണം കൊണ്ട് ജനങ്ങൾ കൂടുതൽ പൊറുതിമുട്ടി. 1660 അധികാരമേറ്റ ഇംഗ്ലീഷ് ഭരണാധികാരിയായിരുന്നു ചാൾസ് രണ്ടാമൻ. അപ്പം ഒലിവർ ക്രോംവെല്ലിനെ തുടർന്ന് 1660 രാജവാഴ്ച പുനഃസ്ഥാപിച്ചുകൊണ്ട് ആരധികാരമേറ്റു? ചാൾസ് രണ്ടാമൻ അധികാരമേറ്റു. ചാൾസ് ക്രോംവെല്ലിന് ശേഷം രാജഭരണം പുനഃസ്ഥാപിച്ചു. 1672 കത്തോലിക്കക്കാർക്ക് എതിരെയുള്ള നിയമങ്ങളെല്ലാം ഇദ്ദേഹം എടുത്തുകളഞ്ഞ് കത്തോലിക്ക സഭയെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ്. 1679 പാർലമെൻറ്റ് ഹേബിയസ് കോർപ്പസ് ആക്ട് പാസ്സാക്കി. ഇതിലൂടെ നിയമവിരുദ്ധമായി ജനങ്ങളെ കസ്റ്റഡിയിൽ സൂക്ഷിക്കുന്നതിന് അറുതി വന്നു. 1681 മുതൽ 1685 വരെ പാർലമെൻറ്റ് വിളിച്ചുകൂടാതെ ചാൾസ് രണ്ടാമൻ ഭരണം നടത്തി. അപ്പോൾ 1672 കത്തോലിക്ക സഭയെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് കത്തോലിക്ക സഭയ്ക്ക് എതിരുണ്ടായിരുന്ന എല്ലാ നിയമങ്ങളും ഇദ്ദേഹം ചാൾസ് രണ്ടാമൻ എടുത്തു കളഞ്ഞു. 1679 പാർലമെൻറ്റ് ഹേബിയസ് കോർപ്പസ് ആക്ട് പാസ്സാക്കി. ഇതിലൂടെ നിയമവിരുദ്ധമായി ജനങ്ങളെ കസ്റ്റഡിയിൽ സൂക്ഷിക്കുന്നതിന് അറുതി വന്നു. കൂടാതെ 1681 മുതൽ 1685 വരെ പാർലമെൻറ്റ് വിളിച്ചുകൂടാതെ ചാൾസ് രണ്ടാമൻ ഭരണം നടത്തുകയാണ് ചെയ്തത്. ചാൾസ് രണ്ടാമൻ്റെ മരണശേഷം അധികാരമേറ്റ ഭരണാധികാരിയാണ് ജെയിംസ് രണ്ടാമൻ. അപ്പോൾ ചാൾസ് രണ്ടാമനെ തുടർന്ന് അധികാരമേറ്റത് ജെയിംസ് രണ്ടാമനായിരുന്നു. ചാൾസ് രണ്ടാമൻ്റെ സഹോദരനാണ് ജെയിംസ് രണ്ടാമൻ. അധികാരം ദൈവദത്തമാണെന്ന് ഇദ്ദേഹവും വിശ്വസിച്ചിരുന്നു. അപ്പോൾ ജെയിംസ് രണ്ടാമനും രാജാധികാരം ദൈവദത്തമാണെന്ന് വിശ്വസിച്ചിരുന്നു. ജെയിംസ് രണ്ടാമൻ കൈക്കൊണ്ടത് സ്വേച്ഛാധിപത്യപരമായ നടപടികളായിരുന്നു. ഇത് രാജാവും പാർലമെൻറ്റുമായി വീണ്ടും തർക്കങ്ങൾക്ക് ഇടയായി. അപ്പോൾ ചാൾസ് രണ്ടാമനും സ്വേച്ഛാധിപതിയായിരുന്നു. അദ്ദേഹം കൈക്കൊണ്ട നടപടികൾ കാരണം പാർലമെൻറ്റുമായി വീണ്ടും തർക്കങ്ങൾക്ക് ഇടയാക്കി. ജെയിംസ് രണ്ടാമൻ്റെ മകളായിരുന്നു മേരി പ്രൊട്ടസ്റ്റൻ്റ് ചിന്താഗതിക്കാരിയായിരുന്നു. അതുകൊണ്ട് പാർലമെൻറ്റ് വിചാരിച്ചു മേരി ഇവരുടെ അധികാരിയായിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ
എന്തോന്ന് ഇവർ ആശിച്ച രീതിയിലുള്ള ഭരണം നടക്കും, രാജവാഴ്ച ഇവരുടെ മേലുള്ള സ്വേച്ഛാധിപത്യ ഭരണം അവസാനിച്ച് ജനാധിപത്യ ഭരണം വരുമെന്ന് ഇവർ വിചാരിച്ചിരുന്നു. അതുകൊണ്ട് ജെയിംസ് രണ്ടാമൻ്റെ മകളായ മേരിയെയും ഭർത്താവായ ഓറഞ്ചിലെ വില്യംസിനെയും ഇംഗ്ലണ്ടിലെ ഭരണാധികാരിയായി പാർലമെൻറ്റ് പ്രഖ്യാപിച്ചു. ഇതോടെ പാർലമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള രാജവാഴ്ച നിലവിൽ വന്നു. ഇത് രക്തരഹിത വിപ്ലവം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഒരു തുള്ളി രക്തം പോലും വീഴാതെ പാർലമെൻറ്റ് അവരെ ആവശ്യം നടത്തിയെടുത്തു. അതിനാലാണ് ഈ വിപ്ലവത്തെ എന്തെന്നറിയപ്പെടുന്നത്? രക്തരഹിത വിപ്ലവം എന്നറിയപ്പെടുന്നത്. 1688-89 കാലത്തെ ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ ഏകാധിപത്യ ഭരണം അവസാനിപ്പിക്കുകയും പാർലമെൻറ്റിൻ്റെ അധികാരം വർദ്ധിപ്പിക്കാൻ കാരണമാവുകയും ചെയ്തതാണ് ഈ വിപ്ലവം. രക്തരഹിത വിപ്ലവത്തിന് ദൃക്സാക്ഷിയായ ഇംഗ്ലീഷ് ഭരണാധികാരിയാണ് ജെയിംസ് രണ്ടാമൻ. രക്തരഹിത വിപ്ലവം മഹത്തായ വിപ്ലവം എന്ന പേരിലും അറിയപ്പെടുന്നു. അപ്പോൾ രക്തരഹിത വിപ്ലവത്തിന് ദൃക്സാക്ഷിയായ ഇംഗ്ലീഷ് ഭരണാധികാരിയായിരുന്നു ജെയിംസ് രണ്ടാമൻ. രക്തരഹിത വിപ്ലവം മഹത്തായ വിപ്ലവം എന്ന പേരിലും അറിയപ്പെടുന്നു. മഹത്തായ വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജോൺ ഹംബ്ഡാണ്. മഹത്തായ വിപ്ലവത്തെ തുടർന്ന് അധികാരം നഷ്ടപ്പെട്ട രാജാവാണ് ജെയിംസ് രണ്ടാമൻ. രക്തരഹിത വിപ്ലവത്തെ തുടർന്ന് അധികാരത്തിൽ വന്നത് മേരി രണ്ടും വില്യം മൂന്നാമനുമാണ്. രക്തരഹിത വിപ്ലവത്തെ തുടർന്ന് ഇംഗ്ലണ്ടിലെ രാജാവായ ജെയിംസ് രണ്ടാമൻ 1688 ഫ്രാൻസിലേക്ക് അഭയം തേടി. അപ്പോൾ മഹത്തായ വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജോൺ ഹംബ്ഡാണ്. മഹത്തായ വിപ്ലവത്തെ തുടർന്ന് അധികാരം നഷ്ടപ്പെട്ടത് ജെയിംസ് രണ്ടാമനാണ്. മഹത്തായ വിപ്ലവത്തിലൂടെ അധികാരത്തിൽ വന്നത് മേരി രണ്ടും വില്യം മൂന്നാമനുമാണ്. രക്തരഹിത വിപ്ലവത്തെ തുടർന്ന് രാജാവായ ജെയിംസ് രണ്ടാമൻ 1688 ഫ്രാൻസിൽ അഭയം തേടി. ചാൾസ് രണ്ടാമൻ്റെ ഭരണകാലത്ത് ഇംഗ്ലണ്ടിൽ രൂപം കൊണ്ട രാഷ്ട്രീയ കക്ഷികളാണ് വിഗ് ആൻഡ് ടോറി. AD 1689 ഇംഗ്ലണ്ടിലെ പാർലമെൻറ്റ് അവകാശ നിയമം പാസാക്കി. അപ്പോൾ ചാൾസ് രണ്ടാമൻ്റെ ഭരണകാലത്ത് ഇംഗ്ലണ്ടിൽ രൂപം കൊണ്ട രാഷ്ട്രീയ കക്ഷികളാണ് വിഗ് ആൻഡ് ടോറി. AD 1689 പാർലമെൻറ്റ് അവകാശ നിയമം പാസാക്കി. എന്നാണ് അവകാശ നിയമം പാസാക്കിയത്? AD 1689. ബിൽ ഓഫ് റൈറ്റ് അവകാശ നിയമം അല്ലെങ്കിൽ പത്രിക ഒപ്പുവെച്ചത് വില്യം മൂന്നാമനും മേരി രണ്ടുമാണ്. തുടർന്ന് ഇംഗ്ലണ്ടിൽ മതസ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം എന്നിവ അനുവദിക്കപ്പെട്ടു. എന്നാൽ ആംഗ്ലിക്കൻ മതവിശ്വാസികൾക്ക് മാത്രമേ അവിടെ കിരീടാവകാശിയാകാൻ കഴിയുമായിരുന്നുള്ളൂ. എന്നാൽ ഈ അവകാശങ്ങളെല്ലാം പാസാക്കിയെങ്കിൽ പോലും ആംഗ്ലിക്കൻ മതവിശ്വാസികൾക്ക് മാത്രമേ കിരീടാവകാശിയാകാൻ കഴിയുമായിരുന്നുള്ളൂ. ഇംഗ്ലണ്ടിൽ ജനാധിപത്യ ഭരണക്രമം നടപ്പിലാക്കിയില്ലെങ്കിലും ജനങ്ങൾക്ക് സ്വാതന്ത്ര്യവും പാർലമെൻറ്റിൽ പരമാധികാരവും ലഭിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇംഗ്ലണ്ടിൽ രാജഭരണം നിലനിൽക്കുന്നുവെങ്കിലും രാജാവ് ഭരിക്കുന്നില്ല എന്ന് പറയുന്നത്. 1832 ഇംഗ്ലീഷ് പാർലമെൻറ്റ് പരിഷ്കരണ നിയമപ്രകാരം ഇംഗ്ലണ്ടിലെ മുതലാളിമാർക്ക് വോട്ടവകാശം ലഭിച്ചു. തൽഫലമായി ഇംഗ്ലണ്ടിലെ ഓരോ പ്രദേശത്തും നിലനിന്നിരുന്ന കുടുംബവാഴ്ച അവസാനിച്ചു. അപ്പം ഇംഗ്ലണ്ടിൽ ജനാധിപത്യ ഭരണക്രമം നടപ്പിലാക്കിയില്ല എങ്കിലും ജനങ്ങൾക്ക് സ്വാതന്ത്ര്യവും പാർലമെൻറ്റിൽ പരമാധികാരവും ലഭിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇംഗ്ലണ്ടിൽ രാജഭരണം നിലനിൽക്കുന്നുവെങ്കിലും രാജാവ് ഭരിക്കുന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ടാണ് 1832 ഇംഗ്ലീഷ് പാർലമെൻറ്റ് പരിഷ്കരണ നിയമപ്രകാരം ഇംഗ്ലണ്ടിലെ മുതലാളിമാർക്ക് വോട്ടവകാശം ലഭിച്ചു. തൽഫലമായി ഇംഗ്ലണ്ടിലെ ഓരോ പ്രദേശത്തും നിലനിന്ന കുടുംബവാഴ്ച ഇതോടെ അവസാനിക്കുകയും ചെയ്തു. ഇംഗ്ലീഷ് പാർലമെൻറ്റിലെ പ്രഭുസഭയ്ക്ക് മേൽ സാധാരണ സഭ നേടിയ വിജയം കൂടിയായിരുന്നു ഇത്. തൊഴിലാളികളുടെ അവകാശ സംരക്ഷണത്തിനായും രാഷ്ട്രീയ പരിഷ്കരണങ്ങൾക്കും വേണ്ടിയും ഇംഗ്ലണ്ടിൽ ഉയർന്നുവന്ന പ്രസ്ഥാനമായിരുന്നു ചാർട്ടിസ്റ്റ് പ്രസ്ഥാനം. 1721 ലോകത്തിലെ ആദ്യ പ്രധാനമന്ത്രിയായി ബ്രിട്ടനിൽ സ്ഥാനമേറ്റത് റോബർട്ട് വാൾപോളാണ്. ബ്രിട്ടനിൽ ക്യാബിനറ്റ് സമ്പ്രദായം കൊണ്ടുവന്ന ഭരണാധികാരിയും റോബർട്ട് വാൾപോളാണ്. അപ്പോൾ ഇംഗ്ലീഷ് പാർലമെൻറ്റിലെ പ്രഭുസഭയ്ക്ക് മേൽ സാധാരണക്കാരുടെ സഭ നേടിയ വിജയം കൂടിയായിരുന്നു ഇത്. തൊഴിലാളികളുടെ അവകാശ സംരക്ഷണത്തിനായും രാഷ്ട്രീയ പരിഷ്കരണങ്ങൾക്കും വേണ്ടി ഇംഗ്ലണ്ടിൽ ഉയർന്നുവന്ന പ്രസ്ഥാനമായിരുന്നു ചാർട്ടിസ്റ്റ് പ്രസ്ഥാനം. 1721 ലോകത്തിലെ ആദ്യ പ്രധാനമന്ത്രിയായി ബ്രിട്ടനിൽ സ്ഥാനമേറ്റത് റോബർട്ട് വാൾപോളാണ്. അപ്പം ഇംഗ്ലണ്ടിൽ പ്രധാനമന്ത്രി ഭരണം ആരംഭിച്ചത് എന്നാണ്? 1721. ക്യാബിനറ്റ് സമ്പ്രദായം കൊണ്ടുവന്ന ഭരണാധികാരിയും റോബർട്ട് വാൾപോളാണ്. പാർലമെൻറ്റ് പരിഷ്കരണങ്ങൾ. ഇംഗ്ലണ്ടിൽ ഒന്നാം പാർലമെൻറ്റ് പരിഷ്കരണം നടന്ന വർഷം 1832. രണ്ടാം പാർലമെൻറ്റ് പരിഷ്കരണം നടന്നത് 1867. മൂന്നാം പാർലമെൻറ്റ് പരിഷ്കരണം നടന്നത് 1884. അപ്പോൾ ഒന്നാം പാർലമെൻറ്റ് പരിഷ്കരണം 1832, രണ്ടാം പാർലമെൻറ്റ് പരിഷ്കരണം 1867, മൂന്നാം പാർലമെൻറ്റ് പരിഷ്കരണം 1884. ഇംഗ്ലീഷ്
ആഭ്യന്തര യുദ്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. 1642 1653 ഇടയിൽ രാജാവായ ചാൾസ് ഒന്നാമനും പാർലമെൻറ്റും തമ്മിൽ നടന്ന 3 യുദ്ധങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഇംഗ്ലീഷ് ആഭ്യന്തര യുദ്ധങ്ങളെന്ന് അറിയപ്പെടുന്നത്. ഇംഗ്ലണ്ടിൽ ആഭ്യന്തര യുദ്ധം നടന്ന സമയത്തെ ഭരണാധികാരി ചാൾസ് ഒന്നാമനാണ്. 3 രാജ്യങ്ങളുടെ യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്ന വെയിൽസ്, സ്കോട്ട്ലൻഡ്, അയർലൻഡ് എന്നിവ ഉൾപ്പെടുന്ന വിശാലമായ പോരാട്ടത്തിൻ്റെ ഭാഗമായിരുന്നു ഈ യുദ്ധം. 2 ലക്ഷത്തിൽ പരം ആളുകൾക്ക് ജീവഹാനി സംഭവിച്ചു. മതത്തെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും രാജാവിൻ്റെ അധികാര വിനിയോഗത്തിലും സാമ്പത്തിക നയത്തിലുമുള്ള അസംതൃപ്തിയാണ് സംഘർഷത്തിൻ്റെ പ്രധാന കാരണം. പ്രൈഡ് സ്പർജ് എന്നാൽ എന്താണെന്ന് നോക്കാൻ പോകുന്നത്. 1648 ആഭ്യന്തര യുദ്ധകാലത്ത് ചാൾസ് രാജാവുമായി അനുരഞ്ജനത്തിലാകാൻ ശ്രമിച്ചവരെ പാർലമെൻറ്റിൽ നിന്നും പുറത്താക്കിയ സംഭവത്തെയാണ് പ്രൈഡ് സ്പർജ് എന്ന് അറിയപ്പെടുന്നത്. പ്രൈഡ് സ്പർജ് എന്നാൽ അഭിമാനത്തിൻ്റെ ശുദ്ധീകരണം എന്നാണ്. പ്രൈഡ് സ്പർജിന് നേതൃത്വം നൽകിയത് കേണൽ തോമസ് പ്രൈഡ് ആണ്. അപ്പോൾ ഇക്കാര്യം കൂടെ ഓർത്ത് വയ്ക്കണം, ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പോൾ നമ്മളിന്ന് പഠിച്ചത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തെക്കുറിച്ചാണ്. ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്നും തിരിഞ്ഞു പോകാതെ എല്ലാവരും നന്നായിട്ട് പഠിക്കണം. പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ അടുത്ത ക്ലാസ്സുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.